ഡോക്ടർ എങ്ങനെയാണ് IVF ലാബ് വർക്ക് ചെയ്യുന്നത്, അവിടെ അണ്ടവും ബീജവും തമ്മിൽ മാറിപ്പോവാനായിട്ട് സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പം വളരെ സുസജ്ജമായിട്ടുള്ള ഒരു രീതിയിൽ മാത്രമേ ഒരു IVF ലാബിന് പ്രവർത്തിക്കാനാവൂ. അപ്പം നമ്മൾ അണ്ടോൽപാദനത്തെ ഉത്തേജിപ്പിക്കാനായിട്ടുള്ള ഹോർമോണുകൾ എടുത്ത് അണ്ടം ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അണ്ടത്തിൽ ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ ഫോളിക്കിളിൽ നിന്ന് നമ്മൾ എഗ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ അതിനുള്ളിലാണ് എഗ് ഇരിക്കുന്നത്. ഒരു ലളിതമായ ഭാഷയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി മുട്ടയുടെ ഉള്ളിലുള്ള ഉണ്ണിയെപ്പോലെ നമുക്ക് എഗ്ഗിനെ വിചാരിക്കാം. അപ്പം അതിൻ്റെ ആവരണമാണ് ഈ ഫോളിക്കിൾ. ഈ ഫോളിക്കിളിൽ നിന്നാണ് നമ്മൾ എഗ്ഗ് എടുക്കുന്നത്. അപ്പം ഈ എടുത്ത എഗ്ഗ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എഗ്ഗ് വരുന്നത്. അപ്പം നമ്മൾ ഈ ട്യൂബിനകത്ത് ഉള്ള ആ ഫോളിക്കുലർ ഫ്ലൂയിഡ് നമ്മൾ എംബ്രിയോളജി ഡോക്ടറിൽ എത്തിക്കും. അവിടെ ഓരോ ഡിഷിലും പേഷ്യൻ്റെ പേര്, വയസ്സ്, ചിലർ കൂടുതലായിട്ടുള്ള അവരുടെ OP നമ്പർ ഇതൊക്കെ ലേബിൾ ചെയ്തിട്ട് വ്യക്തമായിട്ട് ലേബിൾ ചെയ്തിട്ട് മാത്രമേ ഈ എഗ്ഗ് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. എത്ര ഫോളിക്കിള് നമ്മൾ അൾട്രാസൗണ്ടിൽ കാണുന്ന ഫോളിക്കിള് എത്രയെണ്ണമുണ്ട് എന്നുള്ള ഒരു ധാരണ നേരത്തെ എംബ്രിയോളജി ഡോക്ടർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ഡോക്ടർ ഡിഷ് പ്രിപ്പയർ ചെയ്യും. ഈ ഡിഷിലാണ് ഈ ഫോളിക്കുലർ ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഡിഷിൽ കിട്ടിയ ഈ ഫ്ലൂയിഡ് അതിൻ്റെ വെളിയിൽ ഇത് കഴുകാനായിട്ടുള്ള റിൻസിങ് ഫ്ലൂയിഡുണ്ട്. ആ ഫ്ലൂയിഡിൽ എന്തുണ്ട്, ഈ അണ്ടത്തിന് കേടുപാട് വരാതിരിക്കാനായിട്ടുള്ള സാധനങ്ങൾ അടങ്ങിയ ഫ്ലൂയിഡാണത്. അപ്പോൾ ആ ഫ്ലൂയിഡിലിട്ട് വാഷ് ചെയ്തിട്ട് ഈ എഗ്ഗ് എംബ്രിയോളജി ഡോക്ടർ സെപ്പറേറ്റ് ചെയ്യും. വളരെ ലാബിലെ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഇതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേക സംവിധാനങ്ങൾ IVF ലാബിലുണ്ട്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഈ ഉപകരണം ഒരു അമ്മയുടെ ഗർഭപാത്രം പോലെയാണ്. അവിടുത്തെ സാഹചര്യം ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെയുള്ള ടെമ്പറേച്ചർ, അവിടെയുള്ള ഫ്ലൂയിഡിൻ്റെ അമ്ലരസം pH ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തോ എന്ന് പ്രത്യേകം നോക്കും. ഓരോ പ്രാവശ്യവും ഇത് ചെയ്യുന്നതിന് മുൻപ് അത് കാലിബ്രേറ്റ് ചെയ്ത് ആ സാഹചര്യങ്ങൾ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തും. നമ്മൾ ഈ അണ്ടത്തെ വെളിയിലെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് യാതൊരു മാറ്റവും വരാത്ത രീതിയിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സംവിധാനം IVF ലാബിലുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കുറ്റമറ്റതാവണം, അത് ചിലവേറിയതുമാണ്. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ എഗ്ഗ് എടുക്കുമ്പോൾ തന്നെ ആ പേഷ്യൻ്റെ ഡിഷ് എല്ലാം ലാബിൽ ലേബിൾ ചെയ്ത് വയ്ക്കും. അത് അവിടെയുള്ള ഡ്യൂട്ടി സിസ്റ്റർ, ഡോക്ടർ, എംബ്രിയോളജിസ്റ്റ് എല്ലാം കണ്ട് അത് വെരിഫൈ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഈ ഫ്ലൂയിഡ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഈ അൾട്രാസൗണ്ട് പടത്തിൽ നമ്മൾ കാണുന്ന ഫോളിക്കിളിൽ നിന്ന് നമ്മൾ ഫ്ലൂയിഡ് എടുക്കും. ഈ ഫ്ലൂയിഡ് അവിടെ പരിചയമുള്ള സിസ്റ്റർ ആ എംബ്രിയോളജി ചാമ്പറിലേക്ക് കൊടുക്കും. സിസ്റ്റർ എന്ത് ചെയ്യും, അതിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കി ഈ അണ്ടത്തെ വേർതിരിച്ചെടുക്കും. എഗ്ഗിനുള്ളിൽ അതിന് ചുറ്റുമുള്ള ആവരണമെല്ലാം ഉണ്ട്. അത് നമ്മുടെ ഒരു സാധാരണ നേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതിനുവേണ്ടി എംബ്രിയോളജിസ്റ്റ് പ്രത്യേക മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ വാഷ് ചെയ്ത അണ്ടവും അതുപോലെ തന്നെ ബീജമെടുത്ത് അത് വാഷ് ചെയ്ത് ഏറ്റവും നല്ല ബീജാണുക്കൾ വേർതിരിച്ച് വയ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ നിലവാരത്തെ എംബ്രിയോളജിസ്റ്റ് അസസ് ചെയ്യും. അപ്പോൾ അണ്ടവും ബീജവും തമ്മിൽ സംയോജിക്കുന്നതിന് മുൻപ് തന്നെ ഈ അണ്ടത്തെ പറ്റിയുള്ള ഒരു പഠനം എംബ്രിയോളജി ഡോക്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മെച്വർ ആണെന്ന് കണ്ടിട്ട് അതിനെ പ്രത്യേക സംവിധാനത്തോടെ പുരുഷ ബീജവുമായിട്ട് സംയോജിക്കുന്നതിന് മുമ്പ് ആ സാഹചര്യങ്ങൾ ഉള്ള ഫ്ലൂയിഡിൽ അതിനെ കീപ്പപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അണ്ടം എടുത്തു കഴിഞ്ഞാൽ ഉടനെയാണ് ഭർത്താവിൻ്റെ ബീജം കളക്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ കൊടുക്കുന്ന ബോട്ടിലിന് മുമ്പിൽ വ്യക്തമായിട്ടുള്ള ലേബലുകളുണ്ട്. ആ ഓരോ സാമ്പിളിൻ്റെ മുമ്പിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീജാണുക്കളാണോ വെച്ചിരിക്കുന്നതെന്ന് അവിടെയുള്ള ഡ്യൂട്ടി സിസ്റ്ററും അവിടെയുള്ള എംബ്രിയോളജിസ്റ്റ്
വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊസീജിയർ ചെയ്യുകയുള്ളൂ. നമ്മൾ IVF എന്ന് പറഞ്ഞ ചികിത്സാ മാർഗത്തിൽ ഏകദേശം 1,00,000-ഓളം ബീജാണുക്കൾ നമ്മൾ ഒരു അണ്ടത്തിന് ചുറ്റും നിക്ഷേപിക്കും. നമ്മൾ ഈ അണ്ടത്തെ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഈ ഡിഷിൻ്റെ സെൻറ്ററിൽ വയ്ക്കും. ഏകദേശം 1,00,000-ഓളം ബീജാണുക്കൾ ഓരോ അണ്ടത്തിന് ചുറ്റും നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. IVF എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷ ബീജാണുക്കൾ അതിൻ്റെ സ്വന്തം ശേഷിയിൽ അണ്ടത്തെ തുളച്ചു കയറണം. എന്നാൽ പുരുഷ ബീജത്തിൻ്റെ നിലവാരം മോശമായവരിൽ എന്താ ചെയ്യുന്ന മാർഗമെന്ന് ചോദിച്ചാൽ, ഇതിൽ ഏറ്റവും നല്ല ബീജാണുക്കളെ വേർതിരിച്ച് ആ ഏറ്റവും നല്ല ബീജാണുക്കളെ നമ്മൾ അണ്ടത്തിനുള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ICSI എന്ന പ്രൊസീജിയർ. നമുക്ക് പടത്തിൽ വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ട് ബീജാണുക്കൾ വളരെ കുറഞ്ഞവരിലും പ്രാക്ടിക്കലി ചിലപ്പോൾ നമുക്ക് സെമിനകത്ത് ബീജാണുക്കൾ ഇല്ലാത്തവരിൽ നമ്മൾ ടെസ്റ്റീസിൻ്റെ ഈ എപ്പിഡൈഡിമസ് എന്ന ഭാഗത്താണ് ബീജം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അവിടെ നിന്ന് എടുക്കുന്ന ബീജാണുക്കൾക്ക് ചലനശേഷി കാണാം. എന്നാൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റീസിൽ നിന്ന് എടുക്കുന്ന സ്പേംസ് ചലനശേഷി ഇല്ലെങ്കിൽ പോലും അത് ആരോഗ്യമുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ അണ്ടത്തിനുള്ളിലേക്ക് കടത്തും. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും പ്രേക്ഷകർ ചെയ്യുന്നത് ബീജാണുക്കളുടെ എണ്ണം നേരത്തെ എത്രയാണ്, ഇപ്പോൾ എത്രയാണ്, ചലനശേഷി നേരത്തെ എത്രയായിരുന്നു, അത് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഘടനയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, ഇതാണ് അവർ നോക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ടെസ്റ്റുകൾ ആവശ്യമാണ്. DNA ഘടകത്തിനുള്ള ഡാമേജ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൊസീജിയറിൽ നമ്മുടെ വിജയത്തെ വളരെയേറെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബീജാണുക്കളുടെ DNA ഫ്രാഗ്മെൻറ്റേഷൻ എത്രയുണ്ടെന്ന് അസസ് ചെയ്ത് അതിനെ പലതവണ വലുതാക്കി കണ്ട് അതിൽ ആരോഗ്യമുള്ള ബീജാണുക്കളെ മാത്രമേ അണ്ടത്തിനുള്ളിലേക്ക് കടത്തൂ. അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു രോഗിക്ക് തുടർച്ചയായിട്ട് അബോർഷൻ വരുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു കൺസെപ്ഷനിൽ ഏത് അണ്ടമാണ് പുരുഷ ബീജവുമായിട്ട് സംയോജിക്കുന്നു എന്നുള്ളതിന് ഡോക്ടർക്ക് വ്യക്തമായിട്ടൊരു അതിന് മേലൊരു നിയന്ത്രണമില്ല. എന്നാൽ നമ്മൾ ICSI ചെയ്യുമ്പോൾ നമ്മൾ ഈ അണ്ടത്തെ വെളിയിലെടുത്ത് പഠിച്ച് അതിൽ ഏറ്റവും നല്ല നിലവാരമുള്ള അണ്ടത്തെ വേർതിരിച്ച് ആ അണ്ടത്തിനുള്ളിലേക്ക് നമുക്ക് ഏറ്റവും നല്ല ബീജാണുക്കളെ കടത്തിവിടാൻ കഴിയുന്നതിലൂടെ കുറച്ചുകൂടി വിജയസാധ്യത ഉറപ്പുവരുത്തുവാൻ നമ്മൾക്ക് കഴിയും. പലപ്പോഴും നാം മനസ്സിലാക്കണം, ടെസ്റ്റ് BV ചികിത്സയ്ക്ക് വിധേയരാകുന്ന രോഗികൾക്ക് ഇപ്പോഴും ഈ ധാരണയുള്ള ചിലരുണ്ട്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ടെസ്റ്റ് BV ചികിത്സ ചെയ്താൽ കുഞ്ഞ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണെന്ന്. പലപ്പോഴും വളരെ പ്രതീക്ഷയോടെ പേഷ്യൻ്റ് വരാറുണ്ട്. അവർ പറയും, ഡോക്ടറെ എൻ്റെ ആധാരം ആണ് വിറ്റ് അതിൻ്റെ റെസിപ്റ്റാണ് ഞാൻ ഈ ഡോക്ടറെ കാണിക്കുന്നത്, അല്ലെ പണയം വെച്ചതിൻ്റെ റെസിപ്റ്റാണ് ഞങ്ങൾ കാണിക്കുന്നത്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം എന്ന് അവർ പറയുമ്പോൾ ഡോക്ടറുടെയും ഹൃദയം തകരുകയാണ്. കാര്യം ഇത്രയും വലിയ പ്രതീക്ഷ എന്നിൽ അർപ്പിച്ചിട്ടാണ് ഈ രോഗി ഇത് ചെയ്യുന്നത്, ഇതെങ്ങാനും ഫലമായില്ലെങ്കിലോ എന്താകുമെന്നുള്ളൊരു ചിന്ത, ആ തൻ്റെ കഴിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള അറിവ് ഡോക്ടർമാരെയും പലപ്പോഴും കുഴയ്ക്കും എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും സുസജ്ജമായ ലാബിൽ ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്താൽ പോലും അണ്ടത്തിൻ്റെ നിലവാരവും പുരുഷ ബീജത്തിൻ്റെ നിലവാരവും ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിൻ്റെ നിലയും വിജയത്തെ വളരെയേറെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒരു ഡോക്ടർക്കും അതിനെ പൂർണ്ണമായി അവഗണിച്ച് വിജയം ഉറപ്പിക്കാനാവുന്നതല്ല. പിന്നെ കഠിനമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം കിട്ടുകയുള്ളൂ. ഒരിക്കലും ഇത്രയും സാഹസികമായിട്ടുള്ള രീതിയിൽ IVFന് വേണ്ടി ടെസ്റ്റ് BV ചികിത്സയ്ക്ക് വേണ്ടി ആളുകൾ പുറപ്പെടരുത്. കാര്യം ഒരിക്കലും ഒരു ഡോക്ടർക്കും പൂർണ്ണമായിട്ട് ഇതിന് വിജയം ഉറപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഏറ്റവും സുസജ്ജമായ ലാബ് സെറ്റപ്പിൽ പോലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള സാധ്യതകൾ രോഗിയുടെ പ്രായം, രോഗിയുടെ അണ്ടത്തിൻ്റെ നിലവാരം, പുരുഷ ബീജത്തിൻ്റെ നിലവാരം, ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിലുള്ള നില എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ പലപ്പോഴും പേഷ്യൻ്റെ കൂടെയുള്ള ആളുകൾ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനു ചെയ്തു? ഇത്ര ചിലവ് കൂടിയ ഈ ചികിത്സ നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക്
100% ഫലമില്ലാത്ത ചികിത്സയല്ല. ഈ ചികിത്സകൾ കൂടി വിജയം ലഭിക്കുമ്പോൾ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന സ്വപ്നങ്ങൾ പൂവണിക്കുവാൻ നമ്മുടെ അടുത്തു വരുന്ന 30-35% പേർക്ക്, ചില കേസുകളിൽ ആ ബാച്ചിൽ രോഗികളുടെ നിലവാരം മോശമാണെങ്കിൽ റിസൾട്ട് കുറഞ്ഞുവെന്ന് വരും. എന്നാൽ ഒരു ഓവറോൾ ഒരു പ്രഗ്നൻസി റേറ്റ് ഒരു 20-നും 25-നും 30-നും ഒക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു ഭാഗ്യപരീക്ഷണമാണോ, ഇത് ഒരു ലോട്ടറി എടുക്കുന്ന പോലെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അതുപോലെയല്ല. അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡോക്ടർമാരുടെ പൂർണ്ണമായിട്ടുള്ള അർപ്പണ മനോഭാവത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. എന്നാൽ അവർ മനുഷ്യരാണ്. ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ.